കേസിൽ പ്രധാന സാക്ഷിയായി മാറുന്ന ഓട്ടോ ഡ്രൈവർ മനോജിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. ശരണ്യ സ്നേഹത്തിനാണ് മനോജുമായിട്ട് സംസാരിച്ചത്. മനോജ് മണിമണി പോലെ എല്ലാ കാര്യങ്ങളും പറയുന്നതും കേട്ടു. നേരത്തെ സ്വർണം പണയം വെച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. ജുവലറി ഉടമയുടെ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടതാണ്. ജുവലറി ഉടമ, ചേർത്തലയിലെ ജുവലറി ഉടമയാണ് സ്വർണം പണയം വെച്ചത് തിരിച്ചെടുക്കാൻ സഹായിച്ചത്. ആ തീയതിയും ഇപ്പോൾ മനോജ് പറയുന്ന തീയതിയും ഒന്ന് തന്നെയാണ്. 23-ാം തീയതി കുന്നത്ത് ഫിനാൻസിൽ സ്വർണം പണയം വെക്കുന്നു, 30-ാം തീയതി തിരിച്ചെടുക്കുന്നു. 3 പവന്റെ സ്വർണമാണ് പണയം വെച്ചത് എന്നുള്ള കാര്യവും നേരത്തെ ജുവലറി ഉടമ പറഞ്ഞതാണ്. അത് തന്നെയാണ് മനോജ് എന്ന ഡ്രൈവറും പറയുന്നത്. അതായത് ഡിസംബർ 23, 2024 ആ ദിവസമാണ് ജൈനമ്മ കൊല്ലപ്പെട്ടത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ആ ദിവസം ഓട്ടോ ഡ്രൈവർ മനോജിനെ വിളിച്ചു വരുത്തിയിരുന്നു സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ തന്റെ വീട്ടിലേക്ക്. അവിടെ വെച്ച് മദ്യം വാങ്ങിപ്പിച്ചു, മദ്യം കഴിച്ചു. അതിനുശേഷമാണ് മാല പണയം വയ്ക്കുന്നതിന് വേണ്ടി, ജൈനമ്മയുടെ സ്വർണം പണയം വയ്ക്കുന്നതിന് വേണ്ടി മനോജിനെയും കൂട്ടി കുന്നത്ത് ഫിനാൻസിലേക്ക്, ചേർത്തലയിലെ കുന്നത്ത് ഫിനാൻസിലേക്ക് പോയത് സെബാസ്റ്റ്യൻ. അവിടെ മാല പണയം വെച്ച് 1,25,000 രൂപ വാങ്ങി, ഫ്രിഡ്ജും വാങ്ങി നേരെ ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്ന് മനോജ് പറയുന്നു. പിന്നെ ഡിസംബർ 30-നാണ് ആ സ്വർണം ജുവലറി ഉടമയുടെ സഹായത്തോടെ തിരിച്ചെടുത്തതും ബാക്കി പണം ജുവലറി ഉടമയിൽ നിന്ന് വാങ്ങിയതും സെബാസ്റ്റ്യൻ. അപ്പോഴും മനോജ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും സിങ്ക് ആവുകയാണ്. ഓട്ടോ ഡ്രൈവർ മനോജ് ഇക്കാര്യത്തിൽ നിർണായക സാക്ഷിയാവുകയാണ്. ശരണ്യ, ഇക്കാര്യങ്ങൾ മനോജ് പറഞ്ഞത് അന്വേഷണ സംഘവും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, മനോജിനെ ചോദ്യം ചെയ്തതുമാണ്. അപ്പോൾ ഈ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങളല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? അന്വേഷണ സംഘവും ആ ഒരു നിഗമനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ലേ? ഡിസംബർ 23, 2024 ആ ദിവസം ജൈനമ്മ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാമെന്ന്. മഞ്ജുഷ, നേരത്തെ നമ്മൾ പുറത്തുവിട്ട സ്വർണ്ണ വ്യാപാരിയുടെ സ്ഥിരീകരണം, അതായത് ജൈനമ്മയുടെ സ്വർണം ഡിസംബർ 23-നും 30-നും ഇടയിലാണ് 2 സ്ഥാപനങ്ങളിലായി എത്തിയിട്ടുള്ളത്. ഉടമ, ചേർത്തലയിലെ വെങ്കടേശ്വർ ജുവലറി ഉടമ ശിവദാസ് നമ്മളോട് സ്ഥിരീകരിച്ചിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഓട്ടോ ഡ്രൈവർ. ഈ കേസിലെ മനോജിന്റെ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഈ കേസിലെ മുഖ്യ സാക്ഷിയാണ്, ജൈനമ്മ കൊലപാതക കേസിലെ മുഖ്യ സാക്ഷിയാണ് മനോജ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജൈനമ്മ കൊലക്കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയാണ് മനോജ്. മനോജിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയുണ്ടായി. ഇപ്പോൾ മനോജാണ് ഞങ്ങളുടെ രഹസ്യ ക്യാമറയിൽ ഈ വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് 18 ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവിട്ടിരിക്കുന്നത്. ജൈനമ്മയുടെ കൊലപാതകം നടന്ന ദിവസം മനോജിനെ വിളിച്ചു വരുത്തിയിരുന്നു സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക്. ഇവർ തമ്മിൽ നേരത്തെയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നുള്ള കാര്യവും മനോജ് പറയുകയാണ്. സെബാസ്റ്റ്യൻ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തി എന്ന കാര്യം താൻ വിശ്വസിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പക്ഷേ ദിവസങ്ങൾ എല്ലാം കൃത്യമാവുകയാണ്. ഡിസംബർ 23, 2024 ഈ ദിവസം തന്നെയാണ് മനോജ് സെബാസ്റ്റ്യന്റെ വീട്ടിൽ പോയതും അവിടെ വെച്ച് മദ്യം വാങ്ങി നൽകിയതും സെബാസ്റ്റ്യൻ മദ്യം കഴിച്ചതും അതിനുശേഷം ജൈനമ്മയുടെ ആഭരണം പണയം വയ്ക്കുന്നതിന് വേണ്ടി പോയതും അത് കുന്നത്ത് ഫിനാൻസിൽ പണയം വെച്ചതും അവിടെ നിന്ന് 1.25 ലക്ഷം രൂപ വാങ്ങിയതും അതിനുശേഷം ഡിസംബർ 23-നും 30-നും ഇടയിലുള്ള ഒരു ദിവസം വിഘ്നേശ്വര ജുവലറിയിൽ പോയിരുന്നു. ഇക്കാര്യം നേരത്തെ ജുവലറി ഉടമ തന്നെ വ്യക്തമാക്കിയതാണ്. അവരാണ് സ്വർണം തിരിച്ചെടുക്കുവാൻ സഹായിച്ചത്. കുന്നത്ത് ഫിനാൻസിൽ അടയ്ക്കുവാനുള്ള തുക അടച്ചതിന് ശേഷം ബാക്കി പണം സെബാസ്റ്റ്യന് നൽകുകയും ഉണ്ടായിരുന്നു ജുവലറി ഉടമ. ആ സ്വർണം വിറ്റിരുന്നു, ആ ജുവലറി ഉടമയ്ക്ക് വിറ്റിരുന്നു. ഈ കാര്യങ്ങളെല്ലാം മനോജും സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെ മനോജ് ഈ കേസിലെ നിർണായക സാക്ഷിയായി മാറുകയാണ്. ജൈനമ്മ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള കാര്യം, അതേക്കുറിച്ച് ഒരു വിവരവും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് മനോജ് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിസംബർ 23 വൈകിട്ട് 3 മണിക്ക് സെബാസ്റ്റ്യന്റെ വീട്ടിൽ മനോജ് എത്തുമ്പോൾ അതിനു മുൻപ് തന്നെ ജൈനമ്മയുടെ കൊലപാതകം നടന്നിട്ടുണ്ടാകാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ജൈനമ്മയുടെ മൃതദേഹം വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു. വീട്ടിനുള്ളിലേക്ക് മനോജിനെ കയറ്റിയിരുന്നില്ല. സെബാസ്റ്റ്യൻ മദ്യം വാങ്ങി വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. മദ്യം കുടിച്ച ശേഷമാണ് പിന്നീട് സ്വർണം പണയം വയ്ക്കുന്നതിന് വേണ്ടി പോയത്. അന്ന് തന്നെ ഏറ്റുമാനൂരിലെ വീട്ടിലേക്കും സെബാസ്റ്റ്യൻ പോയി. ഇക്കാര്യങ്ങളാണ് പറയുന്നത്. ശരണ്യ പറഞ്ഞോളൂ, തുടർന്നോളൂ. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മനോജിന്റെ വെളിപ്പെടുത്തലിൽ കൂടി ഈ കേസ് അന്വേഷണത്തെ സഹായിക്കുന്ന രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്?
മഞ്ജുഷ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജൈനമ്മ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ദിവസം, അതായത് 2024 ഡിസംബർ 23 3 മണിക്ക് മുമ്പ് ഈ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലാണ് അന്വേഷണ സംഘം പോകുന്നത്. ആ ദിവസം, അതായത് ആ പ്രധാനപ്പെട്ട ദിവസം, ആ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ, നമുക്ക് നേരത്തെ അറിയാം ആ വീട് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വീടാണ്. ആ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ ദുരൂഹത നിറഞ്ഞ ആ വീട്ടിലേക്ക് എത്തിയ ഏക വ്യക്തി ഈ മനോജ് ആണ് എന്നുള്ളതാണ്. അതായത് ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ സാക്ഷിയാണ് മനോജ് എന്നുള്ളതാണ് ഈ കേസിനകത്ത്. ജൈനമ്മ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ദിവസം മനോജ് 4 മണിക്കാണ് താൻ ആ വീട്ടിൽ എത്തിയത് എന്നുള്ളതാണ് മനോജ് പറയുന്നത്. അതായത് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഈ 3 മണി, അന്നത്തെ ദിവസം 3 മണിക്ക് മുമ്പ് ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ്. മനോജ് ആ വീട്ടിലേക്ക് എത്തുന്നത് 4 മണിക്കാണ്. സെബാസ്റ്റ്യൻ ഫോണിൽ തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നുള്ളതാണ് മനോജ്, ഓട്ടോറിക്ഷ ഡ്രൈവറായ മനോജ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അവിടെ ആ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വിളിച്ച് മദ്യം വാങ്ങിക്കൊണ്ട് വരാനായി ഇയാൾ നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് മനോജ് ആ വീട്ടിലേക്ക് 4 മണിയോടടുപ്പിച്ച് മനോജ് അവിടെ എത്തുന്നു എന്നുള്ളതാണ്. അവിടെ എത്തിയ ഘട്ടത്തിൽ സെബാസ്റ്റ്യൻ പുറത്തേക്ക് പോകാനുള്ള രീതിയിൽ പാന്റും ഷർട്ടും ധരിച്ച് വീട് പൂട്ടി പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് മനോജ് പറയുന്നത്. മനോജ് പറയുന്നത് സെബാസ്റ്റ്യൻ സ്ഥിരമായി ഈ ചേർത്തല ഇരുമ്പുപാലത്തിന് സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡിൽ വരുന്നതാണ്. ഇയാള് അന്വേഷണ സംഘത്തോട് പറഞ്ഞ താൻ വല്ലപ്പോഴും മാത്രമാണ് പള്ളിപ്പുറത്തേക്ക് എത്തുന്നതാണ്. അങ്ങനെയല്ല അവർ സ്ഥിരീകരിക്കുന്നത്. സെബാസ്റ്റ്യൻ സ്ഥിരമായി ഈ ചേർത്തല നഗര മധ്യത്തിലെ ആ ഓട്ടോ സ്റ്റാൻഡിൽ, അതായത് ഇരുമ്പുപാലത്തിന് സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡിൽ എത്തി അയാൾ അവിടെ ഇരിക്കുന്ന കസേര വരെ ആ ആളുകൾ, ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾ നമ്മളെ കാണിച്ചു വന്നു. ഇവിടെ സ്ഥിരമായി വരാറുള്ള ആളാണ്, വരുമ്പോഴെല്ലാം മനോജിന് ഓട്ടം വിളിക്കാറുള്ള ആളാണ് എന്നുള്ളതുമാണ് മനോജ് വ്യക്തമാക്കിയത്. മാത്രമല്ല, തങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ രോഗസ്ഥിതി, വളരെ ആരോഗ്യസ്ഥിതി മോശമായ ഒരാളായിട്ടാണ് ഇയാൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു കൊലപാതകം ഇയാൾ നടത്തുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല എന്നുള്ളത് മനോജ് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ സംഭവം നടന്ന ദിവസം 4 മണിക്ക് മനോജ് അവിടെ എത്തിയെന്നുള്ള ടവർ ലൊക്കേഷൻ പോലീസിന് സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ കേസിൽ പ്രധാനമായും അന്വേഷണ സംഘം ആദ്യം കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മനോജ് എന്നുള്ളതാണ്. അത്തരമൊരു വ്യക്തിയുടെ നിർണായകമായ വിവരങ്ങൾ, ആ ദിവസം എന്ത് സംഭവിച്ചു എന്നുള്ള, കൊല്ലപ്പെട്ടുവെന്ന് കരുതുന്ന ദിവസം എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിന്റെ പുറത്തേക്ക് മനോജ് ഓട്ടോയിൽ മദ്യവുമായി എത്തുമ്പോൾ വീടിന്റെ പുറത്ത് പാന്റും ഷർട്ടും ധരിച്ച് വീട് പൂട്ടി ആ വരാന്തയിൽ കാത്തുനിന്ന സെബാസ്റ്റ്യനെയാണ് താൻ കണ്ടത് എന്നുള്ളതാണ് മനോജ് പറഞ്ഞത്. അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. സാധാരണ ചെല്ലുമ്പോൾ അകത്ത് കയറ്റി ഇരുത്താറുള്ളതാണ്. ആ വീടിനകം തനിക്ക് നന്നായി അറിയാമെന്ന് മനോജ് പറയുന്നു. പക്ഷെ അന്ന് ആ ഡോറ് പൂട്ടി താക്കോല് പിടിച്ചുകൊണ്ടാണ് ഇയാൾ അവിടെ നിന്നിരുന്നത്. എന്നിട്ട് ആ പുറത്ത് നിന്നിട്ട് ആ വീടിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ തെക്ക് മൂലയ്ക്ക് അവിടുത്തെ വരാന്തയിൽ ഇരുന്ന് ഇയാൾ ആ ഒരൊറ്റ കുപ്പി മദ്യവും 10 മിനിറ്റ് കൊണ്ട് കുടിച്ചു തീർത്തു എന്ന് മനോജ് പറയുന്നു. അതിനുശേഷം മനോജ് മദ്യം കൊടുത്ത ഘട്ടത്തിൽ മനോജിനോട് പറഞ്ഞു, പുരയിടത്തിൽ തേങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. താൻ അത് നോക്കി തിരിച്ചു വന്നപ്പോൾ ആ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുടിച്ചു തീർത്തിരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നും പിന്നീട് സെബാസ്റ്റ്യൻ ഒരു പണയ പരിപാടി ഉണ്ട് എന്ന വാക്കാണ് തന്നോട് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് മനോജിനെയും കൊണ്ട് ഓട്ടോറിക്ഷയിൽ അവിടെ നിന്ന് ഒരു അരമണിക്കൂറോളമേ അവിടെ ചെലവിടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് മനോജ് വ്യക്തമാക്കുന്നു. അതിനു മുമ്പ് തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം ടവർ ലൊക്കേഷൻ അടക്കം വെച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനോജിന്റെ ഫോൺ നമ്പർ വെച്ചിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ്. പക്ഷേ മനോജ് അവിടെ എത്തുമ്പോൾ ജൈനമ്മയുടെ മൃതദേഹം, നമുക്കറിയാം ജൈനമ്മയുടെ ബ്ലഡ് സ്റ്റെയിൻസ് ആ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. DNA പരിശോധനാ ഫലം പുറത്തു വന്നിരുന്നു. ശുചിമുറിയിലും ആ ഹാളിലും ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ജൈനമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ കട്ട് ചെയ്ത് വിവിധ ഭാഗങ്ങളിലായി സംസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കത്തിച്ച് സംസ്കരിച്ചു എന്നുള്ളതാണ്. ആ എല്ലുകൾ കത്തിയ നിലയിലായിരുന്നു ആ പുരയിടത്തിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ ബ്ലഡ് സ്റ്റെയിൻസ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു ബന്ധവും ജൈനമ്മയുമായി ഇല്ല എന്ന് പറഞ്ഞ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നാണ് ഈ ബ്ലഡ് സ്റ്റെയിൻസ്. അതുകൊണ്ട് കോട്ടയത്തെ അന്വേഷണ സംഘം ഇതിനകത്ത് ഈ കേസിനകത്ത് ഏറെ മുന്നോട്ട് പോവുകയും തിരോധാനം എന്നതിനപ്പുറത്തേക്ക് കൊലപാതക കേസിൽ ഇപ്പോൾ സെബാസ്റ്റ്യൻ റിമാൻഡിലാണ് എന്നുള്ളതാണ്. അതായത് ആ കൊലപാതകം നടന്നുവെന്ന് കരുതുന്ന 2024 ഡിസംബർ 23 ആ മൃതദേഹം അകത്തുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിൽ അന്വേഷണ സംഘം നിൽക്കുമ്പോൾ അന്നത്തെ ദിവസം ആ മൃതദേഹം അകത്തുള്ളപ്പോൾ വീടിന് പുറത്തെത്തിയ ആളാണ് എന്നുള്ളതാണ് ഈ മനോജിനെ സംബന്ധിച്ചുള്ള പ്രധാനമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജൈനമ്മയെ അറിയാമായിരുന്നു എന്ന കാര്യം പറയുന്നുണ്ടോ മനോജ്?
ശബ്ദത്തിൽ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. ജൈനമ്മയെ നേരത്തെയും കണ്ടിട്ടുണ്ട് എന്നായിരുന്നോ പറഞ്ഞത് മനോജ്? ഈ മനോജിന് അറിയില്ല എന്നുള്ളതാണ് മനോജ് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായും താൻ അറിയും, പക്ഷെ തന്നോട് ഒരു പക്ഷെ മറച്ചു വെക്കുമായിരിക്കും എന്നാണ് മനോജ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും സെബാസ്റ്റ്യനെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ സ്ഥിരം സാന്നിധ്യമാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ മനോജുമായിട്ട് വളരെയധികം ഈ വീട്ടിലേക്ക്, അതായത് ഏറ്റുമാനൂരേക്ക് പലപ്പോഴും കൊണ്ടാക്കുന്നതും മനോജാണ് എന്നുള്ളത്. ഇവർക്കൊക്കെ മദ്യവും കാര്യങ്ങളൊക്കെ അത്ര സൽക്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ കൊണ്ടാക്കുന്നത് മനോജാണെന്ന്. അപ്പം